Okay, now you can type your attendance. Good morning, Miss. Good morning. Good morning, Miss. Good morning. Present, Miss. Okay, you just type in your chat box. Miss. Good morning. Okay, let's start. Yes. ഇല്ല No. നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്. Yes. എന്റെ പേര് കാവ്യ. ഇനി ഞാനും ജയശ്രീ മിസ് രണ്ടുപേരും ചേർന്നായിരിക്കും നിങ്ങൾക്ക് മാച്ച് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. Yes. ഓരോരുത്തരും ഒന്ന് പേര് വേഗത്തിൽ പറയോ. ആദ്യം ആൻ. ആ, ഷേബ. പേര് ടീച്ചറിന് കാണാം. ആൻ, മോളുടെ വീട് എവിടെയാ? ചാവർഗിരി. അതെവിടെയാ മോളെ? എങ്കില് നിങ്ങൾ റിവിഷൻ ചാപ്റ്റർ ഒക്കെ പഠിച്ചതല്ലേ? റിവിഷൻ കഴിഞ്ഞു. ഫസ്റ്റ് ചാപ്റ്റർ മിസ് തുടങ്ങിയോ? ടീച്ചർ സെക്കൻഡ് ചാപ്റ്റർ എത്തി. സെക്കൻഡ് ചാപ്റ്റർ എത്തിയോ? ഓക്കെ, Yes. എങ്കിലും നമുക്ക് തേർഡ് ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്ററിന്റെ ഹോംവർക്ക് തന്നിരുന്നു. അതെ, അത് ജയശ്രീ മിസ്സിന് കൊടുത്താൽ മതി കേട്ടോ. എങ്കിലും നമുക്ക് തേർഡ് ചാപ്റ്റർ തുടങ്ങിയാലോ? Shall we start? സെക്കൻഡ് ചാപ്റ്റർ ഫുൾ ആയി കഴിഞ്ഞിട്ടില്ല. അത് ജയശ്രീ മിസ് തന്നെ തുടങ്ങും. നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. എന്റെ ക്ലാസിന്റെ നോട്ട് ജയശ്രീ മിസ്സിന്റെ ക്ലാസിന്റെ പുറകിലില്ലേ, പുറകു വശത്ത് മുന്നോട്ട് എഴുതിക്കും. സെക്കൻഡ് ചാപ്റ്റർ ജയശ്രീ മിസ് തന്നെ എടുക്കും. മിസ് വരുമ്പോ മിക്സ് ചെയ്ത് എഴുതണ്ട. സോ പേജ് നമ്പർ 78. I think I have raised textbook. Do you have this textbook? No. Okay, then please say the page number of chapter operations with large number. എത്രയാ പേജ് നമ്പർ? തേർഡ് യൂണിറ്റ് operations with large number. 108. Okay, then I think you have Ratnasada textbook. I have little different in page number, but content is same. Okay, അപ്പോ പേജ് നമ്പറിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. കണ്ടന്റ് ഒക്കെ സെയിം ആയിരിക്കും. എന്റെ കയ്യിലുള്ളത് റേസിന്റെ ടെക്സ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, then are you all familiar with addition and subtraction of numbers? നമ്പേഴ്സിന്റെ അഡീഷൻ സബ്ട്രാക്ഷൻ ഒക്കെ അറിയോ? അറിയാലേ? വലിയ നമ്പേഴ്സിന്റെ അറിയോ? ലാർജ് നമ്പേഴ്സ്. വാട്ട് അബൌട്ട് ലാർജ് നമ്പേഴ്സ്? അറിയാം. Then in your textbook you can see 4 questions to find the sum. കണ്ടോ എല്ലാവരും? പേജ് നമ്പർ 108. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ഹെഡിങ്ങിന്റെ താഴെ ക്വസ്റ്റ്യൻസ് കണ്ടോ? 4 എണ്ണം. 2 ക്വസ്റ്റ്യൻസ് സമ്മ് കണ്ടെത്താനുള്ളതും 2 സബ്ട്രാക്ഷൻ ക്വസ്റ്റ്യൻസും ഉണ്ട്.
കണ്ടോ? എങ്കിലും ഉത്തരം കണ്ടെത്തിയാലോ? Let's find the answer. Okay. Then, can you read the number? How many digits are there in our first question? Eight. Six. 6 digits, right? Six. Okay. Six. Then, how can read a 6-digit number? Starting with left, which is the number in one's position? Six. 6. Then in tens position, it is 8 and so on. So, 3 is, what is the place value of 3? 3 എന്ന് പറയുന്നത് ഏത് ഇതിലുള്ളത്? Lakh. Okay, very good. Then, how can we read this number? 3 lakh. 3 lakh. Okay, that's fine. It is 3,61,286. That's good. Then, similarly, what we can read the second number, Devapriya? It is 5,61,178. very good. It is 5,61,178. That's good. ഞാൻ ചോദിക്കുമ്പോൾ മാത്രം അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചാൽ മതി കേട്ടോ. എല്ലാവരും കൂടെ അൺമ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. ഓക്കെ ഓക്കെ അല്ലേ? യെസ്. Then we have to find the sum of 3,61,286 and 5,61,178. How we can find the sum? എങ്ങനെയാ ഇതിന്റെ സം കണ്ടെത്തുന്നേ? ആദ്യം ഏത് പ്ലേസിലുള്ള ഡിജിറ്റ്സാ നമ്മൾ ആഡ് ചെയ്യേണ്ടത്? വൺസ് പ്ലേസ് അല്ലേ? റൈറ്റ്. അതായത് ഓക്കെ, നമ്മുടെ നമ്പേഴ്സ് ഏതായിരുന്നു? 3,61,286. Is it? And 5,61,178. We have to find the sum. Here, what are the numbers given in ones place? They are 6 and 8. Then, what would be their sum, Alna? Yes, miss. What would the sum of 6 and 8? 14. It is 14. So, for writing 14, we just have to write which number? Here, 4. And we have the remainder 1. We have remainder 1 that we have written here. Remainder ആണ് മിസ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. മാറ്റി എഴുതിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്പേഴ്സ് ഏതൊക്കെയാ? 8 and 7. The sum of 8 and 7 is 50. It is 16. And we have one remainder here. നമുക്ക് ഒരു റിമൈൻഡർ കൂടി ഇല്ലേ? Then it becomes 16. Yes, then it becomes 16. And then we have to write 6 here. 6. Clear? Yes. That is, here is an 4. And here it is 6. Here is also remainder 1. ഇവിടെ നമുക്ക് എത്രയുണ്ട് ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ എത്രയുണ്ട്? 1 ഉണ്ട് അല്ലേ? ഇനി നെക്സ്റ്റ് നോക്ക്. നെക്സ്റ്റ് 100 പ്ലേസിലുള്ള നമ്പേഴ്സ്, 1000 പ്ലേസിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാ? 2 and 1. അതിന്റെ സം എത്ര വരും?
It is 3. അതിന്റെ കൂടെ റിമൈൻഡർ കൂടെ ചേർക്കുമ്പോ എത്ര കിട്ടും? 4 അല്ലേ? It is 4. Then next ഏതാ? Next 1 and 1 it is 2. Okay. Then what about the next? Here 12. If there is any reminder, എന്തെങ്കിലും റിമൈൻഡർ ഉണ്ടോ? റിമൈൻഡർ ഇല്ലല്ലോ. ഇവിടെ 1 and 1 2 ആയിരുന്നില്ലേ? ഇപ്പൊ റിമൈൻഡർ ഇല്ല. Please mute yourself, everybody. Okay. Here 6 plus 6 gives 12 and we don't have any reminder. നമുക്ക് റിമൈൻഡർ ഇല്ല. അതുകൊണ്ട് എന്താ എഴുതണം ഇവിടെ? 12ന്റെ 1 ആണോ എഴുതേണ്ടത് 2 ആണോ? 2. Then here is again a 2. Then ഇപ്പൊ നമുക്ക് എത്ര റിമൈൻഡർ ഉണ്ട്? വീണ്ടും ഒരു 1 റിമൈൻഡർ വന്നില്ലേ? Yes. Here we have to find the sum of 5 and 3, which is 8, and 1 reminder. Then we get it is as 9. Very good. So our എന്തോ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതി കഴിഞ്ഞു. Very good. So our first answer is 9,22,464. Okay. ടെസ്റ്റിലേക്ക് എഴുതട്ടെ? എഴുതിക്കോ മക്കള്. എന്തോ എഴുതി കഴിഞ്ഞോ? മിടുക്കൻ. ഇനി ഇതുപോലെ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? ആണോ? മിടുക്കന്മാർ എല്ലാരും പെട്ടെന്ന് എഴുതുന്നുണ്ട്. വെരി ഗുഡ്. Finish. Okay. Then what's our next question? Miss reminder എഴുതണം. റിമൈൻഡർ എഴുതണ്ട, ആൻസർ മാത്രം എഴുതിയാ മതി. ക്ലിയർ അല്ലേ? എഴുതി മിസ്. Okay. Then what's our next question? In our next question we have to add 3 numbers. Is it? What are the numbers? ഏതൊക്കെയാ നമ്പർ? First one is 7,40,972 and 5,000. 5,000. 52,978. ടീച്ചറെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി കഴിഞ്ഞു. എന്തോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ എഴുതി. Oh wow, very fast. And the third one is 1,88,651. Then how we can find it answer? In ones position it is 11 and the remainder is 1, and then in tens position what would be it? Sum of 7, 7 and 5. Is it? It is 14 plus 5, which is 14 plus 5 is 19, and we have a reminder 1. നമുക്ക് ഒരു റിമൈൻഡർ 1 കൂടി ഇല്ലേ? അപ്പൊ it becomes അത് 20 ആകും. അപ്പൊ നമ്മള് 20യുടെ 0 എഴുതി. ഇപ്പൊ റിമൈൻഡർ എത്രയായി? What's the reminder now? It is 2. Very good. Then what's the next? Next we have to add 9, 9 and 6. What is the sum? 9, 9 and 6. 9, 9 is 18, and then we have to add a 6. It is 25. 26. Yes, we have to add a reminder 2. 27. Yes, then it become 27. Then
7 is right. നമ്മൾ ഇവിടെ 7 എഴുതി. വീണ്ടും നമുക്ക് റിമൈൻഡർ എത്ര വന്നു? 2. Next we have to add 2 with this 8. അല്ലേ? അല്ലേ? What is the sum of 2 and 8? 2ന്റെ 8ന്റെ സം എത്രയാ? 10. And we have 2 as our remainder. Therefore we get 12, right? 2 remainder ഇല്ലേ? Okay. Then for 12 we are writing 2 here. 12ന് നമ്മൾ 2 അല്ലേ എഴുതുന്നത്? 2 is writing here. അല്ലേ? Then now what is the remainder? ഇപ്പോ എത്രയാ remainder? 1. Very good. Then here we have to add 4, 5 and 8. What is the sum of 4, 5 and 8? It is 17, right? It is 17. ടീച്ചർ മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതി കഴിഞ്ഞു. ആണോ? So fast. Very good. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ അത് പറഞ്ഞൊന്ന് എഴുതാം. അതിനുശേഷം 3rd and 4th നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. സബ്ട്രാക്ഷൻ. Second question answer എഴുതി കഴിഞ്ഞു. Okay. Then what here we get 17 as the answer and we have remainder 1. 17 ആണ് ആൻസർ കിട്ടിയത്. ഒന്ന് റിമൈൻഡർ കൂടി ഉണ്ട്. അപ്പൊ ഇത് എത്ര വരും? It should be 18. And again we get remainder 1. അല്ലേ? റിമൈൻഡർ 1 അല്ലേ വീണ്ടും വന്നത്? ഇനി ലാസ്റ്റ് നമ്മൾ ഏതൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്? 7ഉം 1ഉം. What is the answer of 7 plus 1? 8. It is 8 and we have remainder 1. So it become 9. Clear? എന്തോ? 9ഉം 9ഉം 6ഉം 26 എന്തോ മോളെ? 9ഉം 9ഉം 6ഉം 26 നമുക്കൊരു റിമൈൻഡർ കൂടെ ചേർക്കാനില്ലേ? ഒരു റിമൈൻഡർ 1 ഉണ്ടായിരുന്നില്ലേ? ഇവിടെ 7, 7, 5 ആഡ് ചെയ്തപ്പോ കിട്ടിയ റിമൈൻഡർ ഉണ്ടായിരുന്നില്ലേ? കേൾക്കുന്നില്ലേ മോളെ? എന്തോ? 9 plus 9 is 18, right? 18 and 6 become 24. മിസ്സേ 26 തന്നെയാ. 26. Okay, we have just 2 remainder. Okay. Is it okay now? എന്തോ? പറഞ്ഞോടാ? ആരാ വിളിച്ചേ? ഫെഡറിൻ ആണോ? ഹലോ, പറഞ്ഞോളൂ. ആരാ മക്കളെ വിളിച്ചത്? ഫെഡറിൻ. പറഞ്ഞോ മോനെ, എന്താ മോന്റെ ഡൗട്ട്? 4 ചെയ്ത് കഴിഞ്ഞു. 4 ചെയ്ത് കഴിഞ്ഞു എന്ന് പറയാൻ വിളിച്ചാണോ? മിടുക്കൻ. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ചെയ്ത് കഴിയാത്തവർ എന്ത് ചെയ്യണം എന്നറിയോ? അത് ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് മിസ്സിന്റെ നമ്പർ അറിയോ? അറിയാം. മിസ്സിന്റെ നമ്പർ ഇപ്പൊ മിസ് ഗ്രൂപ്പില് ഫോട്ടോ അയച്ചിട്ടുണ്ട്, നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ. അതാണ് മിസ്സിന്റെ നമ്പർ. വേണം മിസ് ഒന്നുകൂടി ഇടാം. അപ്പൊ മിസ്സിന്റെ നമ്പറിലേക്ക് അയച്ചു തന്നാ മതി. So you are all familiar with addition and subtraction, right? Larger numberന്റെ addition subtraction എല്ലാവർക്കും അറിയാം അല്ലേ? Yes. Yes.
ഇത് തന്നെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അതായത് ഓപ്പറേഷൻസ് വിത്ത് ലാർജ് നമ്പേഴ്സ്. ലാർജ് നമ്പേഴ്സിന്റെ ഓപ്പറേഷൻ ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. Now we have discussed about addition and subtraction. Then what about division and multiplication? Division multiplication അറിയോ എല്ലാവർക്കും? അറിയാം, മുന്നേ പഠിച്ചതല്ലേ? ടീച്ചർ വാട്സാപ്പിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ അയക്കണമെന്നില്ല, ക്ലാസ് കഴിഞ്ഞിട്ട് അയച്ചാൽ മതി കേട്ടോ. ഇട്ടു. ആണോ, മിടുക്കൻ. ക്ലാസിന്റെ ഇടയിൽ ഇങ്ങനെ അയക്കണ്ട കേട്ടോ. ക്ലാസ് ഇപ്പൊ കഴിഞ്ഞതിന് ശേഷം അയച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി സമയം പോവും. ഇനി മുതൽ ക്ലാസ് കഴിഞ്ഞിട്ട് ഹോംവർക്ക് അയച്ചാൽ മതിയേ. സമയം എടുത്ത് അയച്ചാൽ മതി, പെട്ടെന്ന് അയക്കണമെന്നില്ല. ഓക്കെ ഓക്കെ. Then our second question is find the product. പ്രോഡക്റ്റ് കണ്ടെത്താനുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോ നിങ്ങൾ എല്ലാവരും മൾട്ടിപ്ലിക്കേഷൻ ഫെമിലിയർ ആണെന്ന് പറഞ്ഞു. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? ഡിവിഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഫെമിലിയർ ആണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുമോ വീട്ടിൽ നിന്ന്? ഇപ്പൊ നമ്മൾ പറയണോ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും? വേണ്ട, ചെയ്യാം, എല്ലാരും ചെയ്യല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഇപ്പൊ എഴുതണ്ട, വീട്ടില് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലിരുന്ന് എഴുതി രാത്രിയൊക്കെ ആവുമ്പോ മിസ്സിന് അയച്ചു തന്നാ മതി കേട്ടോ, അല്ലെങ്കിൽ നാളെ അയച്ചാലും മതി. അല്ല, എനിക്ക് അയക്കണ്ടേ, മിസ് തരുന്നത് മിസ്സിന് തന്നെ അയച്ചു തരണം. ജയശ്രീ മിസ് തരുന്ന വർക്ക് ജയശ്രീ മിസ്സിന് കൊടുത്താൽ മതി കേട്ടോ. ബിയും സിയും ചെയ്തോ. ബിയില് 4 ക്വസ്റ്റ്യൻ ഉണ്ട് മൾട്ടിപ്ലിക്കേഷൻ്റെത്, സിയില് 4 ക്വസ്റ്റ്യൻ ഉണ്ട് മൾട്ടിപ്ലിക്കേഷൻ്റെത്, സോറി ഡിവിഷൻ്റെത്. ആൻസർ മാത്രം എഴുതിയാൽ മതിയോ? ഇതെങ്ങനെ ചെയ്തു എന്ന് എഴുതണം, എഴുതണം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ബുക്കില് എങ്ങനെയാണോ ആൻസർ കണ്ടുപിടിക്കുന്നത് അത് എഴുതി മിസ്സിന് അയച്ചു തരിക. നോട്ടിൽ എഴുതിക്കോ. ഇവിടെ ഇപ്പൊ ടെക്സ്റ്റില് സ്ഥലം കുറവല്ലേ, അതൊന്ന് നോട്ടിൽ എഴുതിക്കോ. ഓക്കെ. ഇത് ജസ്റ്റ് നിങ്ങളുടെ പ്രീവിയസ് നോളജ് ഉണ്ടല്ലോ, മുൻ ക്ലാസ്സുകളിൽ പഠിച്ചത്, അതൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി മാത്രമാണ് ഏത് ചെയ്യുന്നത്? അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഇവിടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നമ്മുടെ ചെറിയ നമ്പേഴ്സ് 3 ഡിജിറ്റ് നമ്പറും 4 ഡിജിറ്റ് നമ്പറും മാത്രമല്ലേ യൂസ് ചെയ്തിട്ടുള്ളൂ അല്ലേ? അതെ. എല്ലാവർക്കും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയോ? അപ് ടു 10 എങ്കിലും? യെസ്. എത്ര പേർക്ക് അറിയാം? പ്ലീസ് ഷോ മി യുവർ തംബ്. ഓക്കേ ഓക്കേ, ദാറ്റ്സ് ഫൈൻ. അശ്വിൻ, okay, that's fine. Then next നമ്മുടെ ചാപ്റ്ററിലോട്ട് തുടങ്ങുന്നത് ആദ്യം എന്താണെന്നറിയോ? അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. നിങ്ങൾ പഠിച്ച കാര്യം തന്നെയാണ്. ഇനി ലാർജ് നമ്പറിന്റെ കേസിൽ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും റെഡി അല്ലേ? ആർ യു ഓൾ റെഡി? യെസ്. എല്ലാവർക്കും വിശന്നോ? ആർക്കും ഒരു ഉഷാറില്ലല്ലോ? റെഡി അല്ലേ? That's fine. അതിനായിട്ട് ഇവിടെ നമ്മൾ എടുക്കുന്നുണ്ടോ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞ നമ്പേഴ്സ് അല്ല, അതിലും വലിയ നമ്പേഴ്സ്, വലിയ ലാർജസ്റ്റ് നമ്പേഴ്സിന്റെ അഡീഷനും സബ്ട്രാക്ഷനും ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ അത് നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങള് ചെറിയ നമ്പേഴ്സിന്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇവയൊക്കെ ഒന്ന് സെറ്റ് ആയി ഓർത്തെടുത്ത ശേഷം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് സ്റ്റാർട്ട് ചെയ്യാം? അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഓഫ് ലാർജ് നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡിവിഷൻ ചെയ്യുമ്പോഴോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ. ഇല്ല, ആർക്കും ഡൗട്ട് ഇല്ല, എല്ലാവർക്കും അറിയാം അല്ലേ? ഓക്കെ ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടാ പോരെ? ഓക്കെ, then you can leave now. എല്ലാവരും ഹോംവർക്ക് എഴുതി മിസ്സിന് അയച്ചു തരാം, നാളെ ആയാലും മതി കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, ബൈ. Thank you, miss.
Okay, bye. Thank you, miss. Okay, bye. Thank you, Bye, miss. Okay. Thank you, miss. Thank you. Bye, miss. Okay, bye. Thank you. Bye, miss. Bye. Thank you, miss. Okay, bye. Thank you, miss. Bye, bye, miss. Bye, bye, miss.